ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അതുകൂടാതെ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫീഡ്ബാക്ക്സ് കമൻസായിട്ട് ഒന്ന് അറിയിക്കാനും മറക്കാതെ മടിക്കാതെ ഒന്ന് ചെയ്യണേ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ബ്രൗണിയുടെയാണ്. നമ്മൾ ബീറ്ററൊന്നും യൂസ് ചെയ്യാതെ വിസ്ക് വെച്ചിട്ട് മാത്രം മിക്സ് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ബീറ്റർ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്, പക്ഷേ ബീറ്റർ ഇല്ലാത്തവർക്കും ഒന്ന് ചെയ്തു നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഒരു ബൗളിലോട്ട് 200 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട് ഇട്ട് കൊടുക്കുക. ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് 100 ഗ്രാം ഉപ്പില്ലാത്ത ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് എടുത്തേക്കുന്നത്. ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്ത് എടുക്കാം. അതിലോട്ട് ബൗള് ഇറക്കി വയ്ക്കാം. ഈ ബൗളിനകത്തോട്ട് ഒട്ടും വെള്ളം കയറാത്ത രീതിയിൽ വേണം അടിയിൽ പാത്രം വെക്കാനായിട്ട്. ഇത് വേണമെങ്കിൽ മൈക്രോവേവ് ചെയ്ത് എടുക്കാവുന്നതാണ്. ചോക്ലേറ്റ് മെൽറ്റായി വരുന്നുണ്ട്. ഇപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം ബ്രൗണി ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാനായിട്ട്. എന്നാലാണ് പെർഫെക്റ്റ് ആയിട്ട് ബ്രൗണി സെറ്റായി വരുള്ളൂ. നമ്മുടെ ചോക്ലേറ്റ് നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ചൂടാറാനായിട്ട് വയ്ക്കാം. ഒരു ബൗളിലോട്ട് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. അതിലേക്ക് വാനില എസൻസ് 1.5 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക. 1/4 കപ്പ് പൗഡർ ഷുഗർ കൂടി ഇട്ട് കൊടുക്കുക. നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന പോലെ നന്നായി പ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്യണ്ട. ഈ ഷുഗറൊക്കെ ഒന്ന് ഈ മുട്ടയായിട്ടൊന്ന് നന്നായി മിക്സായി കിട്ടിയാൽ മതി. ഹാൻഡ് ബീറ്റർ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അതാകുമ്പോൾ കുറച്ച് സമയം ബീറ്റ് ചെയ്താൽ മതിയാവും. മുട്ടയുടെ മഞ്ഞ കളറൊക്കെ ഒരു വൈറ്റിഷ് കളറായിട്ട് മാറുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കൈ കൊണ്ട് ബീറ്റ് ചെയ്യുമ്പോൾ കുറച്ച് അധിക സമയം വേണ്ടി വരും. ഇതിലേക്ക് ഡബിൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റിൻ്റെ മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി 1/4 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, അതൊന്ന് സീവ് ചെയ്തിട്ട് ഇടാം. ഈ മുട്ട ചോക്ലേറ്റ് മിക്സ് ഉള്ള ബൗളിൻ്റെ മുകളിലോട്ടാണ് സീവ് ചെയ്ത് ഇടുന്നത് കേട്ടോ. അത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കാം. സൈഡിലുള്ള ഒന്ന് സ്ക്രാപ്പ് ചെയ്ത് എടുക്കാം.
ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു 7 ഇഞ്ചിൻ്റെ ടിന്നെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇത് സൈഡുകളിലും ബട്ടർ പേപ്പർ വെക്കണം. ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് എയർ ബബിൾസ് പോകാനായിട്ട് നന്നായൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിന് മുകളിലോട്ട് കുറച്ച് ചോക്കോ ചിപ്സ് കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് ബേക്ക് ചെയ്ത് എടുക്കാം. വച്ചു കൊടുക്കാം. ടെൻ മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. 35 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. സ്റ്റൗ ടോപ്പുമ്മ ആണെങ്കിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവൻ സെറ്റപ്പിലോട്ട് ഒരു 40 to 45 മിനിറ്റ്സ് ബേക്ക് ചെയ്ത് എടുക്കാം. നമ്മുടെ ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നൈഫിൽ നിന്ന് തുടച്ചതിന് ശേഷം വേണം അടുത്തത് കട്ട് ചെയ്യാനായിട്ട്. ഞാൻ ഇവിടെ 9 പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എത്ര വലിപ്പത്തിൽ വേണമെങ്കിലും നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രൗണിയുടെ ടേസ്റ്റ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. കഴിക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കുക. തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കാതെ ചെയ്യണേ. ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക്സ് അറിയിച്ചാൽ നന്നായിരുന്നു. Thanks for your supporting and thanks for watching.